ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗായ്സ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഫുൾ അഡ്വാൻറ്റേജസ് പറയലാണ്. മോസ്റ്റ്ലി ഞാൻ ഇതിൽ തപ്പിയിട്ട് എനിക്ക് ഡിസഡ്വാൻറ്റേജസ് ഒന്നും അങ്ങനെ തപ്പാൻ കിട്ടിയിട്ടില്ല. അത്രയും നല്ലൊരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇതാണ് എൻ്റെ ഭായ് എന്ന് പറയുന്ന ഈ സീനല്ലേ. പിന്നെ ഗൈസ്, ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഫുൾ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പറയാം. അപ്പൊ ഗൈസ്, ഈ ഗെയിം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഇതുപോലത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇത് യൂണിറ്റി എന്ന് പറഞ്ഞവരുണ്ടാക്കിയിരിക്കുന്ന ഗെയിമാണെന്നൊക്കെയാണ് ഞാൻ കണ്ടത്. ഇത് ലോഡാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. സോ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് കണ്ടോ, 1 ബ്ലോക്ക്. ഇത് ഞാൻ നിങ്ങളെ ഓൾറെഡി കാണിച്ചിരുന്ന ഒരു 1 ബ്ലോക്കിന്റെ ഗെയിമാണ്. സോ ഇതിന്റെ സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എപ്പിസോഡ് 1 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എപ്പിസോഡ് 2 കമ്മിങ് റൈറ്റ് അപ്പ് വിത്ത്. അതിന്റെ കൂടെ തന്നെ ഞാൻ അടുത്തൊരു വീഡിയോയുടെ ഇടുന്നതാണ്. ഫൈൻഡ് ബട്ടൺ എന്ന് പറഞ്ഞ അഡ്വഞ്ചറിനെ കുറിച്ചുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. ഐ വിൽ ഷുവർലി ഗെറ്റ് ഇറ്റ് റൈറ്റ് അപ്പ്. അതിന്റെ കൂടെ തന്നെ ഇതിൻ്റെ അകത്തുള്ള സ്പെഷ്യാലിറ്റീസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ ഞാൻ ഒന്നും കയറ്റിയതല്ല ഗൈസ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഉള്ളതാണ്. ഈ MB എന്നൊക്കെ കാണിക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഇതാണ് ഗൈസ്. ജസ്റ്റ് ചുമ്മാ അതിനകത്ത് കാണിക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് നോട്ട് മൈൻഡ്. ഇത് എത്ര സ്പേസ് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് വലിയ ശ്രദ്ധിച്ചില്ല. പിന്നെ ഫ്രണ്ട്സ് കണ്ടോ ഗൈസ്, നമുക്ക് ആഡ് ഫ്രണ്ട്സ് ഒക്കെ ചെയ്യാം. ഇതൊക്കെ നല്ല ആപ്ലിക്കേഷൻ ഐഡിയാസ് ആണ്. സോ ഗൈസ്, നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ സെർവറിൽ JP ആൻഡ് ബെഡ്വാർ ഉണ്ട്, ഫ്രീ കുക്ക് ക്രാഫ്റ്റ് ഉണ്ട്, എൻചാൻറ്റഡ് ഡ്രാഗൺസ് ഉണ്ട്, ഹാച്ച് യുവർ ഡ്രാഗൺ നൗ. അതെന്തുവെന്ന് എനിക്കറിയില്ല. അതൊക്കെ നമ്മൾ കളിക്കുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ വീഡിയോസ് പറഞ്ഞെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. സോ ഗൈസ്, പിന്നെ നമുക്ക് സെർവറിൽ ജോയിൻ സെർവറൊക്കെ ഉണ്ട്, ആഡ് സെർവർ ഉണ്ട്. നമുക്ക് ജോയിൻ സെർവർ മാത്രം നോക്കിയാൽ മതിയല്ലോ. ജോയിൻ സെർവർ നമുക്ക് ഇഷ്ടമുള്ള സെർവർ കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം. കണ്ടോ ഗൈസ്, നമുക്കിപ്പം ഗലാക്റ്റിസിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഗലാക്റ്റിസ്റ്റ് ആണെങ്കിൽ കയറാം. ഹൈക്ക് കൊടുത്താൽ ദ ഹൈവ്. സോ ഗൈസ്, ഇതെന്ന് പറയുന്ന ബെഡ്വാർ സെർവറാണ്. ഓ ഗൈസ്, ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഇപ്പോൾ വലിയ ഫോട്ടോസ് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. സോ ഗൈസ്, നല്ലൊരു ആപ്ലിക്കേഷൻ ആൻഡ് നല്ലൊരു സെർവറും നല്ലൊരു എല്ലാം നല്ലതാണ് എനിക്ക് ഈ ഗെയിമിൽ തോന്നിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ അകത്തെ ഡിസഡ്വാൻറ്റേജസ് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ കുറച്ച് നാളെ കളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഡിസഡ്വാൻറ്റേജസ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ടെസ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ, ഇതുപോലത്തെ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും, ഇതെന്തുവാ, ഇത് മൈൻക്രാഫ്റ്റിൻ്റെ ടെസ്റ്റർ ഒന്നും അല്ലല്ലോ. മൈൻക്രാഫ്റ്റിൻ്റെ ടെസ്റ്റർ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ഗൈസ്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമുക്ക് സെറ്റിങ്സിൽ പോകണം. ആദ്യമേ സെറ്റിങ്സിലോടായി. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ടച്ച് ഫീച്ചേഴ്സ് ഒക്കെ കാണാം. നമുക്ക് ചേഞ്ച് കൺട്രോൾ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ ഗൈസ്, ഈ കൺട്രോൾ ഓപ്ഷൻസ് ചേഞ്ചിങ് എന്ന് പറയുമ്പോൾ കണ്ടോ ഗൈസ്, നമ്മുടെ ഇത് ജോയ്സ്റ്റിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ജോയ്സ്റ്റിക്ക് ഇൻവിസിബിളും ആക്കാം. ഇത് മാത്രം വിസിബിൾ ആയിരിക്കും. ജോയ്സ്റ്റിക്ക് ഇൻവിസിബിൾ ആക്കാം. അതുപോലെ തന്നെ D-pad എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. D-pad ആൻഡ് ടാപ്പ് ടു ഇൻട്രാക്ട്. ടാപ്പ് ടു ഇൻട്രാക്ട് മാറുന്നതില്ല, D-pad മാത്രമേ മാറുന്നുള്ളൂ. അതെന്ന് പറയുന്നത് ജോയ്സ്റ്റിക്കിൽ നിന്ന് D-pad ആവുന്നത് മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു ഐഡിയ തന്നെയാണ് ഗൈസ്. നമുക്ക് മോസ്റ്റ്ലി ജോയ്സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യുന്നത് നല്ലത്. ജോയ്സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് കൺട്രോളിങ് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഫ്രണ്ട് ബാക്ക് ഇതൊക്കെ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പം ഇച്ചിരി കൂടെ ഇറ്റ് ഈസ് ഹാർഡ് ടു കൺട്രോൾ. പിന്നെ ജോയ്സ്റ്റിക്ക് എയിം ക്രോസ് ഹെയർ ഇത് ഭയങ്കര പാടാണ് ഗൈസ് കൺട്രോൾ ചെയ്യാൻ. ഞാൻ മോസ്റ്റ്ലി നിങ്ങൾക്ക് വേണ്ടി പ്രിഫർ ചെയ്യുന്നത് ജോയ്സ്റ്റിക്ക് ആൻഡ് ടാപ്പ് ടു ഇൻട്രാക്ട് എന്ന് പറയുന്നത് മാത്രമാണ്. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ ഗൈസ്, പിന്നെ ഇതാണ് നമുക്ക് നമ്മുടെ ഇൻവിസിബിൾ ആക്കാം. എന്ത് ചെയ്യും, ജോയ്സ്റ്റിക്ക് ഇൻവിസിബിൾ ആക്കാം. ഹിഡൻ ജോയ്സ്റ്റിക്ക് വെൻ യൂസ്ഡ്, അൺയൂസ്ഡ്. സോ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെയാണ് നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ അക്കൗണ്ട് അന്ന് ഞാനിപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടില്ല. സൈൻ ഇൻ ഫോർ ഫ്രീ ആണ്. നമുക്ക് വേണമെങ്കിൽ സൈൻ ചെയ്യാം. ഞാൻ പിന്നെ സൈൻ ചെയ്ത് നമ്മൾ ബെഡ്വാറിൻ്റെ ഒക്കെ കളിക്കുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, പിന്നെ വീഡിയോ എന്ന് പറയുമ്പം ഗൈസ് മോസ്റ്റ്ലി വീഡിയോസ് ഒക്കെ ഉണ്ട്. പിന്നെ ഓഡിയോ, നമുക്ക് ഓഡിയോ എല്ലാം കിട്ടുന്നുണ്ട്. ഗ്ലോബൽ റിസോഴ്സ് ഇതിൻ്റെ അകത്താണ് ഗൈസ് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ റിസോഴ്സ്. ഇതാണോ ഗൈസ്, ഇത് ഞാൻ ഒറിജിനൽ ടെസ്റ്റേഴ്സിൽ ഇത് ഞാൻ ആഡ് ചെയ്തതല്ല ഗൈസ്, ഞാൻ കയറ്റിയതുമല്ല. ഇത് ഈ മൈ പാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. യു ഹാവ് നോ റിസോഴ്സ് പാക്ക് എന്ന് പറയുന്നത് നേരത്തെ ഒറിജിനൽ ടെസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഈ ക്രാക്കി ആൻഡ് ബിൽഡിംഗ് ടെസ്റ്റർ പാക്ക് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് ഞാൻ മാറ്റിയൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒറിജിനൽ ടെസ്റ്റർ ആഡ് ചെയ്യുന്നുള്ളൂ. ഈ ടെസ്റ്റർ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് ഈ ടെസ്റ്റർ വേണമെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യാം. ബട്ട് അത് ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് അത്ര നല്ലൊരു ടെസ്റ്ററാണ് ഗൈസ് എനിക്കത് തോന്നിയത്. മോസ്റ്റ്ലി ഈ പ്ലസ് ചെയ്യാൻ എൻ്റെ കയ്യിൽ പാക്കില്ല. പാക്ക് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ലാംഗ്വേജ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്.
എക്സ്പോർട്ട് ഇതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. പിന്നെ ഗൈസ് ചേഞ്ച് സ്കിൻ ഓപ്ഷൻസ്, നമുക്ക് നമ്മുടെ സ്കിൻ ചേഞ്ച് ചെയ്യാൻ പറ്റും ഗൈസ്. ഈ സ്കിന്ന് മോസ്റ്റ്ലി നിങ്ങൾക്ക് കാണാം, ഈ സ്കിന്നാണ് എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടത്. കാരണം ഈ സ്കിന്നിലാണ് ആ ഗോൾഡിഷ് ടച്ച് ഒക്കെ ഉള്ളത് കണ്ടോ. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാതിരിക്കും, അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഇതിൽ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. സോ ഗൈസ് ഐ ബേസിക്കലി ഡു നോട്ട് നോ വി ക്യാൻ മേക്ക് ഇറ്റ് ഓർ നോട്ട്. ഞാനിപ്പോൾ ഷോ മോർ ഓപ്ഷൻസ് ഒക്കെ കണ്ടോ ഇത്രയും നല്ലതാണ് ഗൈസ്. ഈ നമ്മളെ പ്രസ്റ്റിൻ പ്ലേസിന്റെ സ്റ്റൈലുമായിട്ട് ഇച്ചിരി മാച്ച് ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത് ഗൈസ്. മോസ്റ്റ്ലി +7 സോ ഗൈസ് കുറേ ഉണ്ട് ഗൈസ്. ഇങ്ങനത്തതൊക്കെ എനിക്ക് ആഡ് ചെയ്യണമെന്ന് മോസ്റ്റ്ലി തോന്നാറുണ്ട്. ടെസ്റ്റ് ഗൈസ് എനിക്കിത് വേണം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. താങ്ക് യു. സോ ഗൈസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഞാൻ ഇതാണ് വെക്കാൻ പോകുന്നത്. സോ ഗൈസ് ഇമോട്ട്സ് നമുക്ക് കുറേ ഉണ്ട് കണ്ടോ, കാണിച്ചേ. ഇപ്പൊ അത് ലോഡ് ആവുന്നേ ഉള്ളൂ കണ്ടോ ഗൈസ്. ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഇത് നമ്മുടെ എന്താണെന്ന് എനിക്കറിയത്തില്ല, ക്യാപ്സ് ആണ്. ഓക്കെ ക്യാപ്പ്. ഗൈസ് ക്യാപ്പ് ഉണ്ടായിരുന്നു ഗൈസ്, എനിക്കറിയത്തില്ലായിരുന്നു. സോ ഗൈസ് ഇത് അത്രയും നല്ലൊരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. മോസ്റ്റ്ലി നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. സോ ഗൈസ് ഈ ക്യാപ്പ് ഇതിനോടാണ് ആഡ് ചെയ്തത്. എൻ്റെ മറ്റവൻ എന്ത് ചെയ്യേ. സോ ഗൈസ് ഞാൻ ചെയ്യുകയാണ്. ക്ലാസിക് സ്കിൻ ഇതിൻ്റെ ആണെന്നാണ് ഗൈസ്. ഞാൻ മറ്റേത് തന്നെ എടുക്കാൻ പോവാണ്. മറ്റേത് മതി ഗൈസ്. ആ ക്രീപ്പറിന് ക്രൗൺ വെച്ചത് അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ക്രീപ്പറിന് ക്രൗൺ വെച്ചത് അത് ലോഡാകുന്നുണ്ട് ഗൈസ്. നേരത്തെ അത് കാണിച്ചായിരുന്നു. ക്രീപ്പറിന് അല്ലെങ്കിൽ പിന്നെ നറൂട്ടോ ഉണ്ട്, വൺ പഞ്ച് മാൻ ഉണ്ട്, ആനിമയൊക്കെ ഉണ്ട് ഗൈസ്. കൊള്ളാം ഗൈസ്. പിന്നെ മോസ്റ്റ്ലി ആനിമ എന്ന് കാണാനെങ്കിൽ എന്നാലും എനിക്ക് ആനിമ ഇഷ്ടമൊക്കെയാണ്. എൻ്റെ ഫ്രണ്ട്സ് ഞാൻ കഥയൊക്കെ അറിയാറുണ്ട് ആനിമയുടെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണാറൊക്കെ ഉള്ളവരാണ്. ഹലോ ഗൈസ് നമ്മൾ ഷോ മോർന്ന് അടിക്കുന്ന അത്രയും പുതിയത് വന്നുകൊണ്ടിരിക്കും. സോ ഗൈസ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ ഫുള്ളും. ഇതിൻ്റെ അകത്ത് ഏതെടുക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. ഇത് കുറേ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് തന്നെ തല അറിയുന്നത്. ഇനിയുണ്ട് ഗൈസ്, ഷോ മോർ എന്ന് പറഞ്ഞ് ഇനിയുണ്ട് കണ്ടോ. കിട്ടി വെക്കും. ഗൈസ് ഇതാണ് എൻ്റേത്. ഓക്കെ ഗൈസ് ഇതാണ് ഇനി മുതൽ എൻ്റേത് കണ്ട. ബായ് കൊള്ളാം ഗൈസ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇതിൽ നമ്മൾ സ്കിൻസൊക്കെ മാറ്റാൻ ഇതിനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഗൈസ്. പിന്നെ ഈ നോ ആഡ് ഓപ്ഷൻ നമ്മൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആഡ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മെയിൻ മെനുവിലെ ആഡ് കണ്ടാൽ മതി. അങ്ങനെ ഒരു ആഡ് വല്ലതും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളിക്കുമ്പോൾ ആഡേ വരത്തില്ല. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ്. ബാക്കി എല്ലാവരും നോ ആഡ് എന്നും പറഞ്ഞ് പ്രീമിയം ഓപ്ഷൻസ് ഒക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവർ അങ്ങനെയൊന്നും പറയുന്നില്ല ഗൈസ്. നമ്മൾ നോ ആഡിന് വേണ്ടി ജസ്റ്റ് ആഡ് കണ്ടാൽ മതി. ആഡ് കണ്ട പിന്നെ നമ്മൾ കളിക്കുന്ന സമയത്ത് ആഡ് കാണത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ ഗൈസ് അതുപോലത്തെ ഒരു നല്ല ആപ്ലിക്കേഷൻസ് ആണിത്. പിന്നെ ഗൈസ് ഇതുപോലെ ഇനി ഞാൻ കുറേ വീഡിയോസൊക്കെ ഇടുന്നതാണ്. ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ഈ ആപ്പിനെ കുറിച്ച് കുറേ വീഡിയോസ് ഇടുന്നതാണ്. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ ഗൈസ് ഇത് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ബൈ സൈനിങ് ഓഫ്.